ഈ അടുത്ത് ക്ലിനിക്കിൽ വന്നൊരു കേസായിരുന്നു. 30 വർഷമായിട്ട് മൈഗ്രെയിനാണ്. വെറും മൈഗ്രെയിൻ അല്ല, 24 അവർ, അതായത് ഉറങ്ങുന്ന സമയത്ത് പോലും ശരിക്കായി ഉറങ്ങാൻ പറ്റുന്നില്ല, വേദന കാരണമായിട്ട്. അത്രമാത്രം കണ്ടിന്യൂ ആയിട്ട് പെയിൻഫുള്ളായിട്ട്. അങ്ങനെയുള്ളൊരു കേസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? മെഡിസിന് കൊടുത്ത്, അതായത് പെയിൻ കില്ലറൊന്നും കൊടുക്കാതെ തന്നെ നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവർ മെഡിസിൻ എടുത്ത് അവർ വിളിക്കുകയും ചെയ്തു, ഡോക്ടറെ നിങ്ങൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, നല്ലൊരു സുഖമുണ്ട്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഇല്ല എന്നല്ല. ഇത് കേവലം ഒരു ഒറ്റ കേസ് മാത്രമല്ല, 30 വർഷത്തിൻ്റെ കേസ് മാത്രമല്ല, 6ഉം 5ഉം 10ഉം വർഷമായ കേസുകളും, ഈവൻ ഈ തുടങ്ങിയ കാലം കൊണ്ട് തുടങ്ങിയ പല പെയിൻഫുൾ ആയിട്ടുള്ള മൈഗ്രെയിൻ്റെ കേസുകൾ വന്നതുപോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള മറ്റു പെയിൻ കില്ലറൊന്നും കൊടുക്കാതെ ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ആക്ച്വലി ഇത് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു പെയിൻ കില്ലറൊന്നും കൊടുക്കാതെ ഇത് പോസിബിൾ ആണോ, എന്തുകൊണ്ടാണ് അപ്പോൾ ആക്ച്വലി മൈഗ്രെയിൻ വരാനുള്ള റീസൺ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹോസ്പിറ്റൽ, കൊടുവള്ളി. അപ്പോൾ ആക്ച്വലി പലരും പ്രയാസപ്പെട്ട് കേട്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്, ഒരു കംപ്ലയിൻ്റാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. നമ്മളുടെ അടുത്ത് പലപ്പോഴും വരാറുണ്ട്, ഡോക്ടറെ MRI സ്കാൻ എടുത്ത് നോർമലാണ്, ബ്ലഡ് പലതും ടെസ്റ്റ് ചെയ്ത് നോർമലാണ്, ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്തു, തൈറോയ്ഡ് പോലെയുള്ളത് മറ്റു പല ടെസ്റ്റുകളും ചെയ്തും അതെല്ലതും നോർമലാണ്, പക്ഷേ തലവേദന മാറുന്നില്ല. അവസാനം ഡോക്ടർ പറയുന്നത് എന്താണ്? ഇവർക്ക് സൈക്കാട്രിക് ഇഷ്യൂസാണ്, അല്ലെങ്കിൽ ഇതുവരെ വേദനയിൽ ഇവർ വെറുതെ പറയുകയാണെന്നുള്ള രീതിയിൽ അങ്ങനെ തള്ളി മാറ്റുന്ന പല കേസുകളുണ്ട്. അങ്ങനത്തെ മിക്ക കേസുകൾ, അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് വർഷങ്ങളോളം ട്രീറ്റ്മെൻറ്റ് എടുത്ത മാറാത്ത കേസുകൾ പലപ്പോഴും നമ്മുടെ അരികിൽ എത്താറുണ്ട്. ആക്ച്വലി മൈഗ്രെയിൻ എന്താണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്ന സംഗതിയാണ്. നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്, താൽക്കാലിക ശമനമുള്ള പല ബാമുകൾ, പല ഫ്ലൂയിഡുകൾ, പല അപ്ലിക്കേഷൻസുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ താൽക്കാലികമാണ്. നിശ്ചിത ഒരു സമയം, അല്ലെങ്കിൽ ആ ഒരു മെഡിസിൻ്റെ ഒരു പ്രോപ്പർട്ടി, ഒരു എന്താ പറയുക, ആ വേദന ഇല്ലാണ്ടാക്കൽ പ്രോപ്പർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യാറാണ്? ഈ ഒരു പെയിൻ വീണ്ടും തുടങ്ങാൻ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു കോമൺ ആയിട്ട് പല ഈ മൈഗ്രെയിൻ കേസുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആക്ച്വലി എന്താണ് മൈഗ്രെയിൻ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതിൻ്റെ ഒറിജിൻ എവിടെയാണ്, എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്, എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും വരുന്നത്, എന്തുകൊണ്ടാണ് ഇത് മാറാതിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് തിരിച്ചറിഞ്ഞാൽ തന്നെ ആക്ച്വലി പലരുടെയും മൈഗ്രെയിൻ പകുതി മാറും എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഇതിൻ്റെ ഒരു പ്രധാന റീസൺ, ഈ ഒരു മൈഗ്രെയിൻ ഉണ്ടാകുന്നതിന് പ്രധാന റീസൺ എന്ന് പറയുന്നത്, അതിനൊരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു തുടക്ക പോയിന്റ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കാണ്. ഈ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ഒരു അബ്നോർമൽ, അതായത് ഹൈപ്പർ അസിഡിറ്റിയുടെ ഒരു കാരണമായിട്ടാണ് ആക്ച്വലി ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു അസുഖം അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉണ്ടാകുന്നത് എന്നുള്ളത്. ഈ നിങ്ങൾ ഈ മൈഗ്രെയിൻ അല്ലെങ്കിൽ മൈഗ്രെയിൻ്റെ കേസുകൾ, ക്രോണിക് ആയിട്ട് ഹെഡേക്ക് ഉണ്ടാകുന്ന മിക്ക കേസുകൾ എടുത്തു നോക്കിയാൽ ഒരു പ്രോപ്പർ ഡയറ്റ് എടുക്കുന്നുണ്ടായിരിക്കില്ല. അതായത് തോന്നിയ നേരത്ത് ഫുഡ് കഴിക്കുക, അത് തോന്നിയ സാധനം കഴിക്കുക, തോന്നിയതുപോലെ കഴിക്കുക എന്നുള്ള ഒരു ആക്ഷൻ അവരുടെ മിക്ക ആളുകളിലുണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട്. ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നന്നായിട്ട് ഇവരിൽ കാണുക, ഇടയ്ക്ക് ഛർദ്ദിക്കാൻ വരിക, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വോമിറ്റിംഗ് ടെൻഡൻസി, പല്ല് തേക്കുന്ന സമയത്തൊക്കെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി, വയറ് കാളിച്ച് നന്നായിട്ടുണ്ടായിരിക്കും. വയറ് കാളിച്ച് നന്നായിട്ട് മീൻസ് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂറൊന്നും ആയിട്ടുണ്ടായിരിക്കും, അപ്പോഴേക്കും എന്താ പറയുക, വയറ് പിന്നെയും നന്നായിട്ട് വിശക്കുക, ഇനിയും നന്നായിട്ട് കഴിക്കണം എന്നുള്ള ടെൻഡൻസി ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരിക. ഇവരൊക്കെ ഭക്ഷണം കഴിച്ചാൽ അത് ശരീരത്തിൽ മിക്ക ആളുകളെയും കാണുകയുമില്ല എന്നുള്ളതാണ് ആക്ച്വലി അതിൻ്റെ ഒരു യാഥാർത്ഥ്യം കൂടെ. കാരണം ഇൻഡൈജഷൻ നന്നായിട്ടുണ്ടായിരിക്കും, ശരിയായ രീതിയിൽ ദഹനം നടക്കാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെയുള്ള നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഘടകങ്ങളൊന്നും ശരീരത്തിന് കിട്ടില്ല, ശരീരം വീക്കായി പോവും, പെട്ടെന്ന് ഇൻഫ്ലമേഷൻ പോലെയുള്ള ബുദ്ധിമുട്ടിൽ പെട്ടെന്ന് വരും, വയറിന് പെട്ടെന്ന് അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ ഭക്ഷണത്തിൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞു, അതായത് ഭക്ഷണം ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയതുകൊണ്ടാണ് അത് പ്രധാനമാകുന്നത് തന്നെ. ഇനി അതേപോലെ ടെൻഷൻ ഒരു ഫാക്ടറാണ്. മാനസികമായിട്ട് അസ്വസ്ഥതകളുള്ളവർ, കൂടുതലായിട്ട് ടെൻഷനുള്ളവർ, ഇപ്പോൾ ചില ആളുകൾ നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോൾ നമ്മൾ പറയും, നിസ്സാരമായിട്ട് കാണുന്ന ചില ആളുകളുണ്ട്, ടെൻഷനൊക്കെ ഇപ്പോൾ ഇല്ലാത്തവരുണ്ടോ, ടെൻഷനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഇല്ല എന്നുള്ളത്. ആക്ച്വലി നമ്മൾ ടെൻഷൻ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്, അത് ആവശ്യത്തിന് മാത്രം. ചില ആളുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ
അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം നടക്കാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ട് എന്ത് ചെയ്യും, ഇപ്പോഴേ ആലോചിച്ചിട്ട് ഇങ്ങനെ നടക്കും. ഇപ്പോൾ മകളെ കിട്ടിക്കാനുള്ള കേസുകളുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആളിപ്പോൾ +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതായിരിക്കും. പക്ഷേ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇനിയും വർഷങ്ങളുണ്ടായിരിക്കും, 2-3 വർഷം ഏജൊന്നും ആയിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ എന്ത് ചെയ്യും, ഇപ്പോഴേ 2-3 വർഷമാകുമ്പോൾ തന്നെ വീട്ടിലുള്ളവർ എന്ത് ചെയ്യും, അവരിങ്ങനെ അതിങ്ങനെ ആലോചിച്ച് കിടക്കുന്ന നേരത്തും ഭക്ഷണം കഴിക്കുമ്പോൾ യാത്ര ചെയ്യും ഫുൾ ടൈം ആ ഒരു ചിന്ത കടന്നു കൂടുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ടെൻഷൻ അവർ പിടികൂടുന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു സംഗതിയാണിത്. അതേസമയം ഇത് ഓക്കെയാണ്, അതായത് നമ്മൾ ഈ ഒരു അടുത്ത മാസം കല്യാണമാണ്, അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കണം എന്നുള്ളൊരു ആകാംക്ഷയിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെപ്രാളും ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് നോർമലായിട്ട് പലരും കാണുന്നതാണ്. പക്ഷേ കണ്ടിന്യൂ ആയിട്ട് ഒരേ തോട്ട്സ് ഒരേ വിഷയത്തിൽ മാത്രം എൻഗേജ്ഡ് ആയിട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ ടെൻഷൻ നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ പിടികൂടും, നമ്മുടെ ഫിസിക്കൽ ബോഡിനെ നന്നായിട്ട് അത് ബാധിക്കും. അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഈ ലവ് അഫെയർ ഉണ്ട കേസുകൾ അതൊക്കെ ഫെയിലായി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നന്നായിട്ട് വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഈ ഒരു ടെൻഷനൊക്കെ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഗ്യാസ്ട്രിക് പ്രൊഡക്ഷൻ, അതായത് ഗ്യാസ്ട്രിക്കിലുള്ള ആസിഡ് പ്രൊഡക്ഷൻ നന്നായിട്ട് വർദ്ധിക്കും. ഈ ഒരു വർധനവ് കാരണം അവിടെ പല ഇൻഫ്ലമേഷൻസും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അത് കാരണമായിട്ട് ആക്ച്വലി മൈഗ്രെയിൻ വരും. അതെങ്ങനെ വരും എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുക അവസാനം പറയണ്ടേ. അപ്പോൾ ആക്ച്വലി ഈ പറഞ്ഞ പോലെ എന്താണ്, ടെൻഷൻ കൂടുന്ന സമയത്ത് HCl പ്രൊഡക്ഷൻ നന്നായിട്ട് കൂടും, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് കൂടുതൽ കൂടും, അസിഡിറ്റിൻ്റെ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ടായിരിക്കും. അവർക്ക് ഈ പറഞ്ഞതുപോലെ സ്ത്രീകളാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളി, മുടികൊഴിച്ചിൽ നന്നായിട്ടുണ്ടായിരിക്കും, ബാക്ക് പെയിൻ നന്നായിട്ട് ചില ആളുകളിൽ ഉണ്ടായിരിക്കും, ലൂക്കോറിയൻ്റെ ഇഷ്യൂ, അതായത് വെള്ളപ്പോക്ക്, അസ്ഥിയുരുക്കം എന്നൊക്കെ പറയും, അത് നന്നായിട്ടുണ്ടായിരിക്കും. പിന്നെ വയറ് കാളിച്ച അല്ലെങ്കിൽ വയറ് വേദന നന്നായിട്ടുണ്ടായിരിക്കും, ഭക്ഷണത്തോട് വിരക്തി, ശരിയായ വയറ് കാളിച്ച ഉണ്ടായിരിക്കും, പക്ഷെ എന്താ ഭക്ഷണം വേണ്ട, ഭക്ഷണം കണ്ടാൽ കഴിക്കാൻ തോന്നുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് അവർ പലപ്പോഴും പറയും. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്നത് അത് എൻ്റെ തോന്നലാണ് അല്ലെങ്കിൽ അത് നീ വെറുതെ പറയാണെന്നുള്ള രീതിയിലൊക്കെ പറയും. പക്ഷേ ആക്ച്വലി അവർക്കുള്ളൊരു ഫീലിംഗ് അല്ലെങ്കിൽ അവരുടെ അനുഭവം തന്നെയാണിത്. അവർക്ക് ഭക്ഷണം വയറ് കാളിച്ച ഉണ്ടായിരിക്കും, പക്ഷേ ഭക്ഷണം കാണുമ്പോൾ അത് കഴിക്കാൻ തോന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടായിരിക്കും. ഇത് പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും എസ്പെഷ്യലി ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീനൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വെജിറ്റബിൾ പ്രോട്ടീൻ കഴിച്ചാൽ തന്നെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ അസ്വസ്ഥതകൾ വയറ്റിൽ നന്നായിട്ടുണ്ടായിരിക്കും. ഇത് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആസിഡ് കൂടുതലാണ്, പക്ഷേ ഈ പറഞ്ഞ പ്രോട്ടീനൊക്കെ ഡൈജസ്റ്റ് ആവാനുള്ള പെപ്സിൻ പോലെയുള്ള മറ്റു പല എൻസൈമുകളുണ്ട്. ഈ എൻസൈമിൻ്റെയൊക്കെ അളവ് എന്ത് ചെയ്യും, ആ സമയത്ത് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കുറയുമ്പോഴാണ് ദഹനക്കേട് കൂടുതലായിട്ടുണ്ടാവുക. ഞാൻ വീണ്ടും പറയുകയാണ്, ആസിഡ് നന്നായിട്ടുണ്ടായിരിക്കും, പക്ഷേ ഈ പറഞ്ഞ പോലെ ഡൈജസ്റ്റീവ് എൻസൈം വളരെ കുറവാകുമ്പോൾ ഈ പ്രയാസം നന്നായിട്ടുണ്ടായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് ടെൻഷൻ ഉള്ളവരും ഈ കാര്യം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അവർക്കും ഈ പറഞ്ഞതുപോലെ മൈഗ്രെയിൻ വരാനുള്ള ചാൻസസും ഉണ്ട്, വരാത്തവർക്ക് ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ വന്നവർക്ക് ഒരു റീസൺ ഒരു പക്ഷേ അവർക്ക് എന്തായിരിക്കും, ഈ ഒരു ടെൻഷനായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ആദ്യം ഉണ്ടാക്കുന്ന വിഷയങ്ങൾ എപ്പോഴും അവർ അലട്ടുന്നുണ്ടായിരിക്കും. പിന്നെ മറ്റൊരു കാരണം ഉറക്കമില്ലാത്തൊരു റീസണാണ്. തീരെ ഉറങ്ങില്ല. നമ്മൾ ഉറക്കത്തെ പലപ്പോഴും നമ്മൾ പരിഗണിക്കാറില്ല. എല്ലാ വിഷയങ്ങളും കഴിഞ്ഞ് എല്ലാ വർക്കുകളും പ്രൊജക്റ്റുകളും എല്ലതും കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മാത്രം ഉറങ്ങുക എന്നുള്ളൊരു ശൈലി പൊതുവേ നമ്മൾ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നൈറ്റ് ലൈഫ് എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ, ആക്ച്വലി നമ്മളെ ആയുസ് കുറക്കുന്ന ഒരു സംവിധാനമാണ് ഈ ആക്ച്വലി പറഞ്ഞിട്ടുള്ള നൈറ്റ് ലൈഫ് എന്നുള്ളത്. നമുക്ക് എൻജോയ്മെൻ്റ് ആണ് സംഗതി, എൻജോയ്മെൻറ്റ് ആ ഒരു സമയത്ത് ഉണ്ടായിരിക്കുമല്ലോ, പക്ഷെ അത് റിപ്പീറ്റഡ് ആയത് ഒരു ക്രോണിക് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു ശീലമായി കഴിഞ്ഞാൽ ഉറക്ക് കുറഞ്ഞുകയും ചെയ്താൽ ഈ പറഞ്ഞ പല അസുഖങ്ങളുണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് നന്നായിട്ട് ഉണ്ടായിരിക്കും, അതുപോലെ ശരീരത്തിലെ കോർട്ടിസോളിലൊക്കെ പ്രൊഡക്ഷൻ നന്നായിട്ട് കൂടും, പൊണ്ണത്തടി പോലെയുള്ള മറ്റു പല അസുഖങ്ങളും അതുകൊണ്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഉറക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിവസം ഒരു അഡൾട്ടായിട്ടുള്ള ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ആൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 മണിക്കൂറെങ്കിലും ഡീപ്പ് സ്ലീപ്പ് കിട്ടണം. ചില ആളുകൾ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും, ഡോക്ടർ ഞാൻ ഉറങ്ങലൊക്കെ ഉണ്ട് എന്ന് പറയും. എങ്ങനെ ഉറങ്ങൽ, എപ്പോഴാണ് കിടക്കലെന്ന് വെച്ചാൽ ഞാൻ കിടക്കൽ ഒരു 10 അല്ലെങ്കിൽ 11 മണിയൊക്കെ ആവും നിൽക്കും. പക്ഷേ ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ചോദിക്കാറൊരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടക്കൽ എപ്പോഴാണ് ഉറങ്ങൽ എപ്പോഴാണ്, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. എന്താ കാരണം,
കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കോളിലായിരിക്കും, അതും അല്ലെങ്കിൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ കിടക്കുന്ന സമയം ഒന്നായിരിക്കും, കിടക്കുന്ന ചിലപ്പോൾ 10, 11 അല്ലെങ്കിൽ 10:30, 9 മണിക്കൊക്കെ ആയിരിക്കും. പക്ഷെ ഉറങ്ങുന്ന ചിലപ്പം 1 മണിക്ക്, 2 മണിക്കായിരിക്കും. അതുവരെ ഫോണിലോ അല്ലാതൊക്കെ ആയിട്ട് സമയം ചിലവഴിക്കും, ഉറങ്ങാതെ ഇരിക്കും. എന്നിട്ട് രാവിലെ എന്ത് ചെയ്യും? എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര തലവേദന, ഭയങ്കര പ്രയാസം, ബുദ്ധിമുട്ട്, അസ്വസ്ഥതകൾ, കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഛർദ്ദിക്കാൻ വരിക, അസിഡിറ്റിൻ്റെ പ്രശ്നം, കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരം ഉറങ്ങുന്ന സമയത്താണ് ആക്ച്വലി ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഹോർമോണുകൾ, എൻസൈമുകൾ, മറ്റു പല സംഗതികൾ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നടക്കുന്നത്. അതുപോലെ ബോഡി റിപ്പയറിങ് ആൻഡ് ഹീലിംഗ് പ്രോസസ്സുകളൊക്കെ കൂടുതലായിട്ട് നടക്കുന്നത് നൈറ്റ് ടൈമിലാണ്, രാത്രി ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ നമ്മുടെ ബോഡി ബാക്കി എക്സ്റ്റേണൽ ആക്ടിവിറ്റി ഒക്കെ കുറയുന്ന സമയത്ത് ഇൻറ്റേർണൽ വർക്കുകൾ എന്താണ് കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡി റിക്കവറായിട്ട് ഒരു പുതിയ ഒരു ബോഡിയായിട്ട് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബോഡിക്ക് റിക്കവറിങ് പ്രോപ്പർട്ടി ഒന്നും നഷ്ടപ്പെടും, അതൊന്നും നടക്കില്ല, ഹീലിംഗ് ഒക്കെ കുറയും, മറ്റു പല അസ്വസ്ഥതകൾ, എൻസൈം, ഹോർമോണൽ ഇഷ്യൂസ് പലതും അവിടെ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഉറക്കം എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം, അത് നിർബന്ധമായിട്ട് തന്നെ ശീലിക്കുകയും വേണം. ഫോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൈഡാക്കി ഒരു ദൂരത്തെ തന്നെ നമ്മൾ വെച്ചതിന് ശേഷം കണ്ണടച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ തന്നെ ഉറങ്ങണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ കിടക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉറക്കം വരികയും ചെയ്യും. അപ്പോൾ ഉറക്കമില്ലാത്തവർക്ക് ഈ പറഞ്ഞതുപോലെ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ ഈ പറഞ്ഞ മൈഗ്രെയിന് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി മറ്റൊന്ന്, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാൻ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് സ്പൈസി ഫുഡുകൾ കഴിക്കുക. അതായത് നല്ല എരിവും പുളിവൊക്കെ ചേർത്തിട്ട് എന്താ ചെയ്യുക, ഈ ജങ്ക് ഫുഡുകൾ കഴിക്കുക, ഫാസ്റ്റ് ഫുഡുകളൊക്കെ കൂടുതലായിട്ട് ഒന്ന് കഴിച്ചിട്ട് ില്ല കൂടുതലായിട്ട് അതിന് മാത്രം അഡിക്റ്റ് ആയിട്ടുള്ള പല കേസുകൾ നമ്മളെടുത്ത് വരാറുണ്ട്. ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. വീട്ടിൽ ഒറ്റ മകളായിരിക്കും, അല്ലെങ്കിൽ ഒറ്റ മകനായിരിക്കും, ചെറിയ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓമനിച്ച് കൊണ്ട് വളർത്തുമ്പോൾ അവർ പറയുന്ന അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്നൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവന് ചിക്കൻ ഇല്ലാണ്ട് കഴിക്കൂല, അല്ലെങ്കിൽ അവൾക്ക് ഈ ചിക്കൻ തന്നെ വേണം എന്നാലും അവൾ കഴിക്കുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വാങ്ങിക്കൊടുക്കും. അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായിട്ട് ഗ്രാജുവലി ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് നന്നായിട്ടുണ്ടായിരിക്കും. അമിതമായിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള സ്പൈസി, അതായത് ചുവന്ന മുളകാണ് എസ്പെഷ്യലി എടുത്തു പറയുന്നത്. ഈ ചുവന്ന മുളക് നന്നായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷൻ വയറ്റിലുണ്ടാക്കുക, ഗ്യാസ്ട്രിക് സെക്രീഷൻസ് എന്ത് ചെയ്യും? കൂടുതലായിട്ടുണ്ടായിരിക്കും. HCl പ്രൊഡക്ഷൻ നന്നായിട്ടുണ്ടായിരിക്കും ചെയ്യും. അങ്ങനെയുള്ളവരും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്കും ഈ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തലവേദന പ്രയാസങ്ങളുണ്ടായിരിക്കും. ഇനി മറ്റൊന്നൊരു ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ട് അത് H. പൈലോറി ഇൻഫെക്ഷനാണ്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് പൊതുവെ എല്ലാവരും മിക്ക ആളുകൾ കണ്ടുവരുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്. H. പൈലോറിക് എന്നുള്ളത് ഒരു ബാക്ടീരിയയാണ് ആക്ച്വലി. അത് നമ്മുടെ ശരീരത്തിൽ ഒട്ടുമിക്ക ആളുകളുടെ ശരീരത്തിലും ഉണ്ട്, പ്രസൻ്റാണ്. പക്ഷെ അത് ആക്റ്റീവ് ഫോമിലല്ല. പക്ഷേ ചില കണ്ടീഷന് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഉറക്കില്ലാത്ത പ്രശ്നം, മറ്റു പല ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞല്ലോ ഞാൻ, അതൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ആക്റ്റീവ്നെസ് കൂടി വരും. ഇതിൻ്റെ ആക്റ്റീവ്നെസ് കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള, അതായത് നമ്മുടെ സ്റ്റൊമക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ H. പൈലോറിക് ഉണ്ടാകൽ നമ്മുടെ വയറ്റിലാണ്. ഈ വയറ്റിലുള്ള എന്ത് ചെയ്യും? പല സ്ഥലങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. വയറ്റിൻ്റെ ഉള്ളിൽ ഓരോ സ്ഥലങ്ങളുണ്ട്. HCl പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മറ്റു എന്താ പറയുക ഗ്യാസ്ട്രിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, പെപ്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, പല സെല്ലുകളുണ്ട്, PCL, DCL എന്നൊക്കെ പറയും. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെറിയ ഇൻഫ്ലമേഷൻസ് പല പൊസിഷനിൽ ഈ H. പൈലോറിക് കൂടുതലായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ ഇൻഫ്ലമേഷൻ വരും അല്ലേ? നമ്മളൊരു ബാക്ടീരിയ വന്ന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുമല്ലോ. എന്നതുപോലെ ഈ ഒരു വയറ്റിൻ്റെ ഉള്ളിൽ, സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ ഇൻഫ്ലമേഷൻ വരും. ആ ഇൻഫ്ലമേഷൻ വരുമ്പോൾ അത് കാരണമായിട്ട് അസിഡിറ്റി നന്നായിട്ട് വരും. ഈ ഹൈപ്പർ അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് വരും? ഈ പറഞ്ഞ മൈഗ്രെയിൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പെയിൻ കില്ലർ ഉപയോഗിച്ചിട്ട് കാര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ലീപ്പില്ലെങ്കിൽ, അല്ലെങ്കിൽ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ, സ്പൈസി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, പിന്നെ അത് H. പൈലോറിക്കിൻ്റെ സാന്നിധ്യം കൂടിക്കഴിഞ്ഞാൽ, ഗട്ട് ഹെൽത്ത് ഇംപ്രോപ്പറായി കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഗ്രാജുവലി ട്രൈജമിനൽ നെർവിലേക്ക് പോകുന്ന ചില റിസപ്റ്ററുകൾ ഈ ഒരു ഡിയോഡിനൽ റീജൻ, അതായത് സ്റ്റൊമക്കിൻ്റെയും നമ്മുടെ വയറുണ്ടല്ലോ, ഭക്ഷണമൊക്കെ എത്തുന്ന ഒരു സാക്ക്, ഒരു സഞ്ചി, ഒരു ജെ ഷേപ്പുള്ള ഒരു സഞ്ചി. അപ്പോൾ ആ ഒരു സഞ്ചിയിൽ നിന്ന് ചെറുകുടലിലേക്ക് പോകുന്നൊരു പാർട്ടിൽ ഒരുപാട് റിസപ്റ്ററുകളുണ്ട്. ഈ റിസപ്റ്ററുകളുടെ ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കഴിക്കുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന ഭക്ഷണത്തിൻ്റെ എത്ര pH ഉണ്ട്, അല്ലെങ്കിൽ അതിലെന്തൊക്കെ കണ്ടൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്, അതൊക്കെ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ശരീരം എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ടുള്ള കൂടുതലായിട്ട്
ആസിഡ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആനുപാതികമായിട്ടുള്ള ആൽക്കലി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ ആക്ച്വലി തീരുമാനിക്കുന്നത് ഈ റിസപ്റ്ററുകളാണ്. അപ്പോൾ ആ റിസപ്റ്റർ അബ്നോർമലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു അബ്നോർമാലിറ്റി വരുമ്പോൾ അത് ആ ട്രിഗറിങ് എവിടേക്ക് വരും, ട്രൈജമിനൽ നെർവിലേക്ക് വരികയും പിന്നീട് അത് സിവിയർ ഹെഡേക്ക് ആയിട്ട് മാറുകയാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഹെഡിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കില്ല, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ചില റിസപ്റ്റേഴ്സിന് ചില അബ്നോർമാലിറ്റി വരികയും അത് പിന്നീട് സിവിയർ ഹെഡേക്ക് ആയിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് പലർക്കും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വയറുവേദന, കാരണം വയറ് കാലിയ, അസിഡിറ്റി നന്നായിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് എന്തെങ്കിലും കഴിക്കണം. എസ്പെഷ്യലി സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, രാവിലെ 4 മണിക്കോ 5 മണിക്കോ എഴുന്നേൽക്കും. പക്ഷേ ഭക്ഷണം കഴിക്കൽ 10 മണി 11 മണിക്കാണ്. കാരണം അത്രയും സമയം പിന്നെ അവിടെ എന്താണ്, ഭക്ഷണമില്ലാണ്ടാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല, അവർ എപ്പോഴായിരിക്കും തലേന്ന് രാത്രി ചിലപ്പോൾ 10 മണിക്കോ 9 മണിക്കോ കഴിച്ചതായിരിക്കും. പിന്നെ നമ്മൾ കഴിക്കുന്നത് എപ്പോഴാണ്, അതിനിടയിൽ ഒരുപാട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വയറ് നന്നായിട്ട് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് കൂടുതൽ കോർട്ടിസോളൊക്കെ ആക്റ്റീവ് ആകുന്നത് മോർണിംഗിലാണ്. അപ്പോൾ മോർണിംഗ് ടൈം ടു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ മൈഗ്രെയിനൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് സമയത്തിന് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കണം. വിശപ്പുള്ള സമയത്ത് എന്ത് ചെയ്യുക, ആവശ്യത്തിന് ഫുഡ് കഴിക്കാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. മറ്റൊന്ന് ഈ മൈഗ്രെയിൻ റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ടെൻഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീ മൈൻഡ് നമുക്ക് നിർബന്ധമാണ്. മൈഗ്രെയിൻ ഉള്ളവർക്ക് എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടോ മെഡിറ്റേഷൻ പോലെ യോഗ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മൈൻഡിനെ എപ്പോഴും ഒരു പ്രോപ്പർ വേ അല്ലെങ്കിൽ മൈൻഡ് ഹെൽത്ത് അല്ലെങ്കിൽ മൈൻഡ് വെൽനെസ് പ്രോപ്പറാക്കാൻ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. പിന്നൊരു സ്പൈസി ആയിട്ടുള്ള അമിതമായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർ, കൂടുതൽ സ്മോക്കിംഗ് ഉള്ളവർ, പിന്നെ അതുപോലെ സ്പൈസി ആയിട്ട് സ്പൈസിനെസ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, കൂടുതൽ സുറുക്ക ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ സ്റ്റൊമക്കിന് ഇത് ട്രിഗർ ചെയ്യും. ഈ സ്റ്റൊമക്കിന് ട്രിഗർ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യും, ഈ പറഞ്ഞ ആസിഡ് സെക്രേഷൻ നന്നായിട്ടുണ്ടായിരിക്കും. അത് പിന്നെ ഗ്രാജുവൽ ഹൈപ്പർ അസിഡിറ്റിയും അൾസറും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടാതെ മൈഗ്രെയിനും കൂടെ ഒരു ഗിഫ്റ്റായിട്ട് നമുക്ക് വരികയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ളവർ ഡയറ്റിൻ്റെ കാര്യത്തിൽ നിർബന്ധമായിട്ടും അത് അവോയ്ഡ് ചെയ്യുക. ഇനി ഇതിനൊരു സിമ്പിൾ ഒരു റെമഡി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നന്നായിട്ട് അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ ഞാൻ നിങ്ങളോട്. ഈ ഒരു മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് പലർക്കും ഛർദ്ദിക്കാൻ വരാറുണ്ട് അല്ലേ. മൈഗ്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് തലക്ക് നല്ല പ്രശ്നം വരിക, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഛർദ്ദിക്കാൻ വരിക. ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അവർ ഓക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഛർദ്ദിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം ഓക്കെ ആവാൻ കാരണം സ്റ്റൊമക്കിലുണ്ടാകുന്ന സെക്രീഷൻസ് കാര്യങ്ങളൊക്കെ ഒരു മഞ്ഞ വെള്ളം ഛർദ്ദിക്കുമല്ലോ, അത് പോകുമ്പോൾ ആ ട്രിഗറിങ് കുറയും. അപ്പോൾ ഓക്കെ ആകും. അതാണ് സംഭവിക്കുന്നത്. ആ റിസപ്റ്ററും ഉണ്ടാകുന്ന ട്രിഗറിങ് കുറയുമ്പോൾ ട്രൈജമിനൽ നെർവിലേക്കുള്ള ഒരു സപ്ലൈ അല്ലെങ്കിൽ ആ ഒരു അബ്നോർമൽ സപ്ലൈ കുറയുമ്പോൾ ഈ പെയിൻ ഓക്കെ ആകും. അപ്പോൾ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകുന്ന എന്തെങ്കിലും റീസൺസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം ഈ പറഞ്ഞത് കോമൺ റീസണുകളാണ്. ചിലത് സ്പെസിഫിക് ആയിട്ടുള്ള പല റീസൺസുകൾ പലപ്പോഴും കാണാറുണ്ട്. അത് പേഷ്യൻസുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ചിലത് ഗട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്, അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുഡ് ബാക്ടീരിയയും ബാഡ് ബാക്ടീരിയകളും കാണാറുണ്ട്. അപ്പോൾ ഈ ഗുഡ് ബാക്ടീരിയയും ബാഡ് ബാക്ടീരിയയൊക്കെ അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ അബ്നോർമൽ ആയി കഴിഞ്ഞാൽ, ഗട്ട് ഹെൽത്ത് ഇംപ്രോപ്പർ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹെഡേക്ക് പലരും കാണാറുണ്ട്. ഇനി ഇതൊന്നും അല്ലാണ്ട് ചില ആളുകൾ ഉണ്ടാകാറുണ്ട്. അതായത് ഏത് സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിൽ മെൻസസിൻ്റെ സമയത്ത് എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെയുള്ള ഹെഡേക്ക് അല്ലെങ്കിൽ മൈഗ്രെയിൻ പ്രയാസം അവർക്ക് നന്നായിട്ട് ഉണ്ടാകാറുണ്ട്. അതും ഡയറ്റ് റിലേറ്റഡ് ആണ് ആക്ച്വലി നമുക്ക് പറയാം. കാരണം ശരീരത്തിന് വേണ്ട വൈറ്റമിൻ സിയും സിങ്ക് പോലെയുള്ള പല കണ്ടൻറ്റുകൾ ശരീരത്തിൽ കുറയുമ്പോഴാണ് ഈ ഒരു മൈഗ്രെയിൻ വരുന്നത് എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ആക്ച്വലി അവരും ശ്രദ്ധിക്കേണ്ടത് ഈ നല്ല ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക, നല്ല പ്രോപ്പർ സ്ലീപ്പ് എടുക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കാനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഡൈജഷന് വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് എസ്പെഷ്യലി ഈ പറഞ്ഞ ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർക്ക് കൂടുതലായിട്ട് വിശപ്പ്, ഛർദ്ദിക്കാൻ തോന്നുക, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ, ഭക്ഷണത്തോട് വിരക്തി, അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മല്ലി തിളപ്പിച്ച് നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കട്ടോ. മല്ലി എന്ത് ചെയ്യുക, നമ്മൾ ജീരക വെള്ളമൊക്കെ ഉണ്ടാക്കില്ല എന്നതുപോലെ തന്നെ മല്ലി തിളപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫ്രീ ഉള്ള സമയത്തൊക്കെ അല്ലെങ്കിൽ ദാഹിക്കുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലൊക്കെ ആ വെള്ളം നന്നായിട്ട് ഇൻടേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ നന്നായിട്ട് കുറയും ചെയ്യും. ഇതിൻ്റെ അസ്വസ്ഥതകൾ, അതിൻ്റെ ഫ്രീക്വൻസി കുറയുകയും ചെയ്യും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു സ്റ്റൊമക്കിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഈ പറഞ്ഞ മൈഗ്രെയിൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റൊമക്കിനെ ഫോക്കസ് ചെയ്തിട്ട് നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റൊമക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ആക്ച്വലി മൈഗ്രെയിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറുകയും ചെയ്യും. അത് നമ്മൾ പിന്നെ പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതേപോലെ മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് പാൽ ഉൽപ്പന്നങ്ങൾ, മറ്റു അലർജി കേസുകൾ, ലാക്ടോസ് ഇൻടോളറൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യാം, പാൽ ഉൽപ്പന്നങ്ങൾ, വെണ്ണ, അധികം പുളിയില്ലാത്ത തൈര്, മോര്, ഇതൊക്കെ ചെയ്യാം. അത് എടുക്കുന്നത് നല്ല ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. അമിതമായിട്ടുള്ള വിശപ്പ് അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ തോന്നുക, ഒരു വയറിനൊരു കനം പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. നല്ല എന്താ പറയുക, ഇൻറ്റൻസിറ്റി, പെയിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ വയറിൻ്റെ ഹെൽത്ത് ശരിയായി നോക്കിയാൽ തന്നെ അത് ക്യൂറാവും. ഇനി മറ്റൊരു കേസ് കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള പല കേസുകളിൽ, അതായത് ചില ആളുകൾ പേഷ്യൻസ് നമ്മളെടുത്ത് വരുമ്പോൾ പറയും, ഡോക്ടർ എനിക്ക് വയറിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞ പോലെ ഹൈപ്പർ അസിഡിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത്. ആക്ച്വലി അവർക്ക് അങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സത്യം. കാരണം അവർക്ക് എത്രയോ മുമ്പ് തുടങ്ങിയ ഒരു കേസായിരിക്കും ഹൈപ്പർ അസിഡിറ്റി അല്ലെങ്കിൽ വയറിൻ്റെ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത്. ആ ഗ്രാജ്വലി അതിന് അഡാപ്റ്റഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് നോർമലി അവർ ഇത്ര കഴിക്കുള്ളൂ, അല്ലെങ്കിൽ നോർമലി എനിക്ക് ഇത്ര വിശപ്പുള്ളൂ, നോർമലി ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളൊരു ധാരണ വെച്ച് പുലർത്തി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ധാരണ ഞാൻ ഓക്കെ ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമായിരിക്കും. പക്ഷേ നമ്മുടെ മെഡിസിൻ എടുത്ത് ഇതൊക്കെ കൊടുത്ത് മാറുമ്പോഴാണ് ഓക്കെ ഇതിങ്ങനെ ആയിരുന്നു അല്ലേ എന്നുള്ളത് പലപ്പോഴും അവർ ചിന്തിക്കൽ. അപ്പോൾ അങ്ങനെയും ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്റ്റൊമക്കാണ്, നമ്മുടെ വയറാണ്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഹെൽത്ത് നമ്മൾ എപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് വയറാണ് നമ്മുടെ ശരീരത്തിലേക്കുള്ള എല്ലാ കാര്യങ്ങളിലേക്കും എത്തിക്കുന്നൊരു പ്രധാന ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, ഈ പറഞ്ഞതുപോലെ മൈഗ്രെയിൻ പോലെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മൈഗ്രെയിനിന് വേണ്ടിയിട്ടുള്ള ഒരു പെയിൻ കില്ലർ ഒന്നും ഉപയോഗിക്കാത്ത എന്ത് ചെയ്യാം, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫോളോ ചെയ്താൽ എടുക്കാൻ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടേ കഴിയും. പെട്ടെന്ന് തന്നെ ഇത് മാറും എന്നല്ല, ഒരു 3 വീക്സൊക്കെ നമ്മൾ കണ്ടിന്യൂറ്റി മിനിമം ഒരു ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകും. ഏകദേശം ഈ ഒരു അടുത്ത കാലത്ത് ഒരു 20-25 കേസുകൾ തന്നെ ഇപ്പോഴും കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വന്ന കേസുകളൊക്കെ നമുക്ക് 100% തന്നെ നമുക്കിത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആക്ച്വലി അതിനുള്ളൊരു ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിത് പോസിബിളാണ്. മറ്റു പെയിൻ കില്ലർ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഉറക്കവും വെള്ളം കുടിയും നമ്മുടെ ടെൻഷന്, മാനസിക അസ്വസ്ഥതകൾ ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ 100% തന്നെ നമുക്കത് മിക്ക കേസുകൾ നമുക്കിത് ക്യൂറബിളാണ്. നമുക്ക് ട്രീറ്റ് ചെയ്താൽ തന്നെ മാറ്റാൻ കഴിയാവുന്നതാണ്. ഇതൊരു മാനസിക അസ്വസ്ഥതയല്ല, അതൊരു തോന്നലല്ല, ഇതൊരു ഡയറ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന കേസുകളാണ് മിക്ക കേസുകളെന്നുള്ളത്. നമ്മളൊക്കെ അത് മനസ്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇനി മുതൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിന് കൂടുതൽ അറിയണം, എന്തെങ്കിലും സംശയങ്ങളുണ്ട്, എന്തെങ്കിലും ഇതെങ്ങനെ ഇനി മാനേജ് ചെയ്യുമെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ തന്നിട്ടുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.